അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല നാടൻ നെയ്യപ്പം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ കുറേ ആളുകൾക്ക് നെയ്യപ്പം ഉണ്ടാക്കിയാൽ ശരിയാവില്ല, അങ്ങനെയൊക്കെയുള്ള പരാതികളൊക്കെ ഉണ്ട് അല്ലേ. പൊങ്ങി വരില്ല, അതേപോലെ പൊട്ടിപ്പോവാണ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാതികൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിതാ ഒരു 450 ഗ്രാം ശർക്കര അവിടെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമല്ല, അര ഗ്ലാസ് വെള്ളം കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തതാണ്. 450 ഗ്രാം ശർക്കരയാണ് കേട്ടോ ഇത്. ഉരുക്കിയെടുത്തിട്ട് ഒരുപാട് ലൂസാക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിന് ചൂട് പോട്ടെ. ഇതിൻ്റെ ചൂടൊക്കെ പോയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഈ അരിയിലൊഴിച്ചിട്ട് അരച്ചെടുക്കുന്നത്. പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്തിട്ടുള്ള പച്ചരിയാണ്. അപ്പോൾ അതുപോലെ കുതിർത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് പാകത്തിന് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്കായ, ചെറിയ ജീരകം ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പിന്നെ ചെറിയ ജീരകം കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് വറുത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി പാകത്തിന് ഇത് ചൂട് പോയതിൻ്റെ ശേഷം പാകത്തിന് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് പിന്നെ അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിലോട്ട് ഇത്രയും 4 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ അതുപോലെ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യപ്പത്തിന് അരക്കുന്ന സമയത്ത് ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ. ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുക്കാൻ. ഒരുപാട് തരി വേണ്ട, അപ്പോൾ ഭയങ്കര കട്ടിപ്പായിരിക്കാം നെയ്യപ്പം. ഒരു ബലം എടുത്തിട്ടുള്ള നെയ്യപ്പായിരിക്കാം. ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കണ്ട. ഇതുപോലെയാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയും കൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ. ബാക്കിയുള്ള ശർക്കരപ്പാനി എല്ലാം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അരിയും കൂടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 നാഴി അരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കണമെന്നുള്ളത്. 2 നാഴി അരി. അപ്പോൾ 3 ടേബിൾ സ്പൂണ് ആണ് കേട്ടോ ഞാൻ മൈദപ്പൊടി ചേർത്തെടുത്തത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചിട്ട് ഇതുകൂടെ ഒന്നൊന്ന് മിക്സ് ആക്കി എടുക്കട്ടെ. ജസ്റ്റ് അരക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളകി മിക്സ് ആയാൽ മതി. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിലല്ല ഞാൻ ശർക്കരപ്പാനി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഒരുക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ശർക്കരപ്പാനി കൂടിപ്പോവും, ആകെ ലൂസായിപ്പോവും. രാത്രിയിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതാണ് അതിൻ്റെതായിട്ട് ക്ലിയർ കുറവൊക്കെ കാണുന്നത്. ഇനി നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. ഇത് എള്ളാണ്, കറുത്ത എള്ളാണ്. ഇത്രയും മതി കേട്ടോ. മിക്സ് ആക്കിയിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രിഡ്ജിലൊന്നുമല്ല കേട്ടോ, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് മൂടി വെക്കാം. അപ്പോൾ ഇനി രാവിലെ എടുത്തിട്ടാണ് നെയ്യപ്പം ചുടൽ കേട്ടോ. ഇത് രാത്രിയിലാണ് മാവ് കൂട്ടി വെക്കുന്നത്. അപ്പോൾ രാവിലെ എടുത്തിട്ട് നെയ്യപ്പം ചുട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മക്കളെ, നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ രാവിലെ എടുത്ത സമയത്ത് നന്നാക്കി കുറുകി വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കി കൊടുത്തുട്ടോ. അതിൻ്റെ ശേഷം ചുട്ടെടുക്കുന്ന സമയത്താണ് കറണ്ടേ ഇല്ല രാവിലെ. അപ്പോൾ ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നെയ്യപ്പം അപ്പോൾ നെയ്യപ്പം ചുടുന്നത് കാണാനേ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ഇരുട്ടി. രാവിലെ നെയ്ച്ചിട്ട് നെയ്യപ്പം ചുട്ടേന്ന് വിചാരിച്ച സമയത്ത് കറണ്ടും ഇല്ല. നമ്മുടെ ഫോണിലാണെങ്കിൽ ഫ്ലാഷ് ഒന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് ചാർജും ഇല്ല കേട്ടോ. ആകെ 4% ഉള്ള ബാറ്ററി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ. കറണ്ട് വരുന്നതിൽ ഇത്രയും ഞാൻ ചുട്ടെടുത്തു കേട്ടോ. ലാസ്റ്റ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുകയാണ് ചെയ്തത്, അല്ലാതെ കറണ്ടിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇതൊന്ന് ഫുള്ളാക്കണ്ടേന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ അതാണ് നമ്മുടെ നെയ്യപ്പൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് പൊങ്ങിയൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇത് അങ്ങനെ പൊങ്ങാനൊന്നും വെച്ചതല്ലായിരുന്നു, പക്ഷേ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ മാവ് അങ്ങനെ ഒരുപാട് പൊങ്ങി വരുമൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ എണ്ണ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തേകി കൊടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ വെച്ചിട്ടുള്ളൂ, അതിന് തേകി കൊടുക്കേണ്ട കൊണ്ടോ നന്നാക്കി പൊങ്ങി വന്ന സമയത്ത് ചെറിയ തീരിട്ട് കൊടുത്തിരിക്കാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ചിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. സിമ്മിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ ഗ്യാസ് എടുത്ത്.
അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നാക്കി ഉള്ളൊക്കെ വെന്ത് വരും. എന്നിട്ട് മുകളിൽ ഇങ്ങനെ എണ്ണ ഒന്ന് തേക്കി കൊടുത്ത സമയത്ത് ഇതുപോലെ പൊങ്ങി വരുമ്പോൾ നമുക്ക് അടിഭാഗം ഒരു ചുവന്ന കളറായി വരുമ്പോൾ ഒന്നിനെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ രീതിയിലിട്ട് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നെയ്യപ്പം എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ് അല്ലേ. എല്ലാവരും ഉണ്ടാക്കണ മുമ്പേ ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോസ് തന്നെയാണ് കേട്ടോ. ഇപ്പോഴും ഒരുപാട് എല്ലാവരും പറയുന്നതും കേട്ടിട്ടുണ്ട്, നെയ്യപ്പം ഉണ്ടാക്കിയാൽ ശരിയാവില്ല, പൊട്ടിപ്പോവാണ്, പരന്ന് പോവാണ്, അതേപോലെ ഷേപ്പ് കിട്ടണില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പരാതികൾ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നല്ല ഉഷാറായിട്ടുള്ള പെർഫെക്റ്റ് നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നെയ്യപ്പാണ് കേട്ടോ നമുക്കുള്ള ചായക്ക് കടി. അപ്പോൾ അതാ ഇത്രയും ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നെയ്യപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ.